നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വടകര കരിമ്പനപ്പാലത്ത് ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേർ മരിച്ച നിലയിൽ. മലപ്പുറം സ്വദേശിയായ മനോജ്, കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8:30യോടെയാണ് കാരവനിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒരാളുടെ മൃതദേഹം വാതിലിനോട് ചേർന്നും രണ്ടാമത്തെയാളുടേത് മറ്റൊരു ഭാഗത്തുമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ മുതലേ ഈ വാഹനം കരിമ്പനപ്പാലത്തെ KTDCക്ക് സമീപം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വിധം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വാഹന മാനേജറുടെ വടകരയിലുള്ള സുഹൃത്ത് വന്നു നോക്കിയപ്പോഴാണ് വാതിലിനോട് ചേർന്ന് ഒരു മൃതദേഹം കാണപ്പെട്ടത്. അദ്ദേഹം പോലീസിൽ അറിയിച്ചത് പ്രകാരം വടകര പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. കണ്ണൂരിൽ വിവാഹത്തിന് ആളെ എത്തിച്ച് മടങ്ങിയവരാണെന്ന് പോലീസ് പറയുന്നു. AC ഗ്യാസ് ലീക്കായതാകാം മരണകാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പൊന്നാനിയിൽ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ്. ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയൽ. സ്റ്റേഷൻ ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AC ഇട്ട് ഉറങ്ങിയപ്പോൾ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് അത് ശ്വസിച്ചതാകാം മരണത്തിന് ഇടയാക്കിയതെന്ന് സംശയമുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മൃതദേഹം കാണുമ്പോൾ AC ഓണായ നിലയിലായിരുന്നു. പാർക്കിംഗ് ലൈറ്റും കത്തുന്നുണ്ട്. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരെല്ലാം ഇന്ന് വിശദമായി പരിശോധന നടത്തും. രാത്രിയിലുള്ള പരിശോധന ഫലപ്രദമാകില്ല എന്നതിനാലാണ് എല്ലാ പരിശോധനയും പകൽ സമയത്തേക്ക് മാറ്റിയത്. റൂറൽ SP P നിതിൻ രാജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.